1 കിലോ ബീഫുണ്ടേ. കറി വെച്ചാലോ? നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടി അരിപ്പ് പാത്രത്തിൽ വെച്ചേക്കുന്നതാണ്. വെള്ളമൊക്കെ പോയി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. കറി വെക്കാം. വാ. 1 കിലോ ബീഫിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് 2 സവോള മീഡിയം സൈസാണ്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പിന്നെ നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയുള്ള ചുവന്നുള്ളി. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കാണിച്ചു തരാവേ. കടുക് പൊട്ടിക്കാൻ വേണ്ടി ചുവന്നുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഇതേ ഈ ഒരു അടുപ്പത്തിലരിഞ്ഞു. വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതേ നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ ഇതിരുന്നാണ് നല്ലത്. ഇത്ര മതി. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണയാണ്, കടുകിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെളിച്ചെണ്ണയാണ്. ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വേറെ മൂപ്പിച്ചെടുത്താലും മതി, ഞാൻ ഒരുമിച്ചാണ് മൂപ്പിക്കുന്നത്. ഇത് വേഗം മൂക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. രണ്ടും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ചെറിയ ബ്രൗൺ കളറായ ഇത് നന്നായിട്ട് ബ്രൗണായിട്ട് വരണം. നല്ല അടികട്ടിയുള്ള പാത്രത്തിലാവുമ്പം അടി പിടിക്കുന്നൊരു ടെൻഷൻ വേണ്ട, പെട്ടെന്ന് മൂത്തും കിട്ടും. നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇത് കോരി വയ്ക്കാം. ഇത് ഫുള്ള് കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാവേ. നമുക്കിനി ഈ എണ്ണയിലേക്ക് പൊടികളിട്ട് കൊടുക്കാവേ. ഇപ്പം തീ ഓഫാണ്, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. പിന്നെ ഇത് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, മീറ്റ് മസാലയ്ക്ക് പകരം. മല്ലിപ്പൊടി, ഇത് കശ്മീരി മുളക് പൊടി, നമ്മുടെ സ്പൈസി മുളക് പൊടി. നമ്മൾ കറിയായിട്ടാണ് വയ്ക്കുന്നത്. ഒലത്തുമ്പോൾ നമ്മൾ ഇച്ചിരി ഏറെ കുരുമുളക് ഇടണം. ഇത് കറിയായിട്ടാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കുരുമുളക് ഇടുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മസാല പൊടികളാണ്, മഞ്ഞൾപ്പൊടിയാണേലും എല്ലാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ടേക്കാം. ഇത് നന്നായി ഇളക്കാം. തീ കത്തിച്ചേക്കാം. പൊടിയൊന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോലെ. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് തണുത്തോട്ടെ, ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ചെറിയ പീസായിട്ടുള്ള ബീഫാണ്. ഒത്തിരി വലുതാണെങ്കിൽ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കാം.
ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ കൈ തൊടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടാതെ. അപ്പോഴേ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളേ. അങ്ങനെ ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് നേരം ഇളക്കണം. ഒരു 10 മിനിറ്റ് ഇളക്കിയിട്ട് കാണിക്കാവേ. ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഒരു നല്ലൊരു മസാലയൊക്കെ പിടിച്ച ഒരു രൂപത്തിലായിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി വെള്ളം മതിയേ, ഓൾറെഡി വെള്ളം ഇറങ്ങുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. തുറന്ന് നോക്കാവേ. കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങി. കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇതുകൊണ്ടോ വെന്തിട്ടില്ല, വെള്ളമൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കുറുകണം. ചാറ് കണ്ടോ, വെള്ളം പോലെ ഇത് കുറുകി വരണം. നമുക്ക് വീണ്ടും അടച്ച് വെക്കാം. നമുക്ക് തുറന്ന് നോക്കാവേ. വെന്തിട്ടൊന്നുമില്ല, കുറേ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് നമ്മുടെ എല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി കൂട്ടുകൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് അന്നേരം ഇളക്കി കൊടുക്കാം. വെന്തിട്ടില്ല. അപ്പം നമ്മളൊന്നും കൂടെ വേവിക്കാൻ പോവാണേ. അതെ, നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാവേ. കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇളക്കി. നമ്മളിപ്പോൾ ഈ ഒരു ചാറിലാണ് ഞാനത് വാങ്ങുന്നത്. കഴിക്കാനെല്ലാം ചോറൊക്കെ ഉണ്ടാൻ വേണ്ടിയേ. നമുക്കിത് കുരുമുളകിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം, പുലർത്ത്. ഇതിപ്പോൾ ഇച്ചിരി ചാറായിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ അപ്പത്തിൽ ഓട്ടം കഴിക്കട്ടെ. കണ്ട നല്ല കുറുകിയ ചാറ്. അപ്പവും ബീഫും കഴിക്കട്ടെ. ആവശ്യത്തിന് എരിവും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ടാറ്റാ.